ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടും പിടികൂടാതെ അന്വേഷണ സംഘം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒപ്പിടാനാണ് രാഹുൽ ഒളിവിൽ നിന്ന് വഞ്ചിയൂരിലെത്തിയതെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം രാഹുൽ തിരുവനന്തപുരം എത്തിയ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ജനം TV ആണ്. പരാതി നൽകി 1.5 ദിവസം കഴിഞ്ഞിട്ടും രാഹുലിനെ കണ്ടെത്താനാകാതെ പോലീസ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും MS വീണ ചേരുകയാണ്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, പരാതി നൽകി യുവതി അതിജീവിത പരാതി നൽകി 1.5 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. രാഹുൽ എവിടെ എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. അതേ സമയത്ത് തന്നെയാണ് രാഹുൽ തിരുവനന്തപുരത്തെത്തി ജാമ്യാപേക്ഷയിൽ ഒപ്പിടുന്നു. പിന്നീട് വീണ്ടും പാലക്കാടേക്ക് പോയത്. ഇപ്പോഴും പാലക്കാട് രഹസ്യകേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുന്നുണ്ട് എന്നാണ് സൂചന. അത്തരത്തിൽ നോക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തിന് വലിയ അനാസ്ഥയാണുണ്ടായത്. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് വരെ രക്ഷപ്പെടാനുള്ളൊരു പഴുത് അനുവദിക്കുകയാണ് പോലീസ്, അല്ലേ? തീർച്ചയായും KP സുരേഷ്, അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി വന്നത് വ്യാഴാഴ്ച വൈകിട്ടാണ്. അന്നാണ് അതിജീവിത മുഖ്യമന്ത്രിക്ക് മുന്നിൽ നേരിട്ടെത്തി പരാതി നൽകുന്നത്. പരാതി നൽകിയതിനു ശേഷം മുഖ്യമന്ത്രി ഇടപെടൽ മൂലം നടപടികൾ വേഗത്തിലാക്കിയെന്നാണ് വാർത്തകളൊക്കെ പുറത്തു വന്നത്. എന്നാൽ 1.5 ദിവസം കഴിഞ്ഞിട്ടും രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ആ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് ഈ ഒരു നിമിഷം വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മണിക്കൂറുകൾ കഴിയുമ്പോഴും അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും KP സുരേഷ്. അതിനുള്ള പ്രധാന കാരണം, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം കോടതിയെ രാഹുൽ കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വന്നത്. ആ ജാമ്യാപേക്ഷയിൽ ഒപ്പിടാൻ, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ ഒപ്പിടാനായി രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. തിരുവനന്തപുരത്ത് വഞ്ചൂരിലെത്തിയാണ് അതിൽ ആ അപേക്ഷയിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നുള്ള വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ജനം TV ആണ്. ജനം TV കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ബ്രേക്ക് ചെയ്തതുമാണ്. എന്നാൽ രാഹുൽ ഇവിടെ എത്തിയിട്ടും രാഹുലിനെ നിരീക്ഷിക്കുകയാണെന്ന് പറയുന്ന അന്വേഷണ സംഘം എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം ആദ്യ മണിക്കൂറുകളിലൊക്കെ രാഹുൽ ഈ കേസ് വന്നതിന് ശേഷം ഒളിവിൽ പോയിരുന്നു. പാലക്കാട് MLA ഓഫീസ് അടക്കം പൂട്ടി. രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് മറുപടി ഇല്ലായിരുന്നു. ഒപ്പം തന്നെ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. രാഹുലുമായി അടുത്ത ബന്ധമുള്ളവർക്ക് പോലും രാഹുൽ എവിടെ എന്ന് അറിയാത്തൊരു സാഹചര്യം നിലനിന്നിരുന്നു. ഒളിവിൽ പോയ രാഹുൽ അവസാനം എത്തിയത് ആവനാഴിയിലെ അവസാന അമ്പുമായിട്ടാണ്. അതായത് വഞ്ചൂരിൽ എത്തി ഈ ജാമ്യാപേക്ഷയിൽ ഒപ്പിടാനായിട്ടാണ് രാഹുൽ എത്തിയത്. തുടർന്ന് രാഹുൽ എങ്ങോട്ട് പോയെന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. രാഹുലിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ബുധനാഴ്ചയാണ്. അതുവരെ രാഹുലിനെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ, അവസരങ്ങൾ അന്വേഷണ സംഘം നൽകുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. കാരണം മണിക്കൂറുകൾ പിന്നിട്ട് ഗൗരവമേറിയ വകുപ്പുകളാണ് രാഹുലിനെതിരെ അന്വേഷണ സംഘം ചുമത്തിയിരിക്കുന്നത്. ജീവപര്യന്തം വരെ, അതായത് 10 മുതൽ 20 വർഷം വരെ ജീവപര്യന്തം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് രാഹുൽ ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ യുവതി പരാതിക്കാരി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. ആ മൊഴികളിലും അതാണ് വ്യക്തമാകുന്നത്. ജാമ്യാപേക്ഷയിലടക്കം പല ന്യായവാദങ്ങൾ രാഹുൽ നിരത്തുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നിലനിൽക്കാത്തതാണ്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങളും വീണ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ എവിടെ എന്ന ചോദ്യമാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോഴും ചോദിക്കുന്നത്, ഇപ്പോഴും ആവർത്തിക്കുന്നത്. എന്നാൽ പോലീസ് സംവിധാനത്തിന് ഒന്ന് തൊടാൻ പോലും രാഹുലിനെ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.